എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെ രാത്രിയോടെ പ്രസിദ്ധീകരിക്കും. അല്ലെങ്കിൽ ജൂൺ 2-ാം തീയതി രാവിലെ ഏകദേശം ഒരു 7 മണിയോടെ തന്നെ നിങ്ങളുടെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ vhscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇതുപോലെയാണ് കാണാൻ പറ്റുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു ലിങ്ക് വരുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസർ നെയിം, അതുപോലെ തന്നെ പാസ്വേഡ്, അതുപോലെ തന്നെ കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം ക്യാപ്ച എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ യൂസർ നെയിം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നൽകിയ മൊബൈൽ നമ്പറാണ് കൊടുക്കേണ്ടത്. അതിവിടെ യൂസർ നെയിം എന്നുള്ള ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ പാസ്വേഡ് എന്താണോ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അതിനുശേഷം താഴെ കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം കാണാൻ പറ്റും. അതിവിടെ ടെക്സ്റ്റ് ഫ്രം ഇമേജ് എന്നുള്ള ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പുറത്ത് ഫോർഗോട്ട് പാസ്വേഡ് ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ യൂസർ നെയിമായിട്ടുള്ള മൊബൈൽ നമ്പറും അതുപോലെ പാസ്വേഡും അതുപോലെ ആ ഒരു ഇംഗ്ലീഷ് അക്ഷരം കുറച്ച് കാണാൻ പറ്റും, അത് ടെക്സ്റ്റ് ഫ്രം ഇമേജ് എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത പേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻസ്, യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നും അതുപോലെ ഏത് സ്കൂളിൽ ഏത് കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്നും അതുപോലെ തന്നെ വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ അല്ലെങ്കിൽ ഈ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡീറ്റെയിൽസ് എന്നിങ്ങനെയുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് ഇൻ ദിസ് ടൈം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ചുവപ്പ് കളറിൽ കാണാൻ പറ്റും. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കുക. പ്രിൻ്റ് എടുത്ത ശേഷം വിദ്യാർത്ഥികൾ ആ ഒരു രീതിയിൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിച്ച ശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പോയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യും മുമ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ HSCയുടെ അലോട്ട്മെൻറ്റ് കൂടി പരിശോധിക്കുക. അതായത് ഹയർ സെക്കൻഡറിയിൽ അപേക്ഷിച്ച വിദ്യാർത്ഥി ഉണ്ടാവും. അപ്പോൾ ഹയർ സെക്കൻഡറിയിലേക്ക് കൂടി അപേക്ഷിച്ച വിദ്യാർത്ഥികൾ hscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴി നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിച്ച ശേഷം ഹയർ സെക്കൻഡറിയിലും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എവിടെ അഡ്മിഷൻ നേടണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ വീട്ടുകാരോട് ചോദിക്കുക, എവിടെ അഡ്മിഷൻ നേടണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എവിടെയാണ് അഡ്മിഷൻ നേടാൻ താല്പര്യമുള്ളത് അവിടെ നിങ്ങൾ ജോയിൻ ചെയ്യുക. കാരണം ഈ ഒരു കാര്യം പറയാനുള്ളത്, ഒരു വിദ്യാർത്ഥിക്ക് ഹയർ സെക്കൻഡറിയിലും അതുപോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ രണ്ടിടത്തും അലോട്ട്മെൻറ്റ് കിട്ടിയ ആ ഒരു സ്കൂളുകളിൽ ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമേ ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കാരണം ഒരു സ്ഥലത്ത് നിങ്ങൾ ടെമ്പററി ആയിട്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ കൂടി നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അവിടെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് മറ്റേ ആ ഒരു വിഭാഗത്തിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ അവിടെയും ഈ ഒരു ഡോക്യുമെൻറ്റ്സ് വാങ്ങിച്ചു പോയിട്ട് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമേ ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും രണ്ടിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ പാരൻസിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രദേഴ്സിൻ്റെ ഒക്കെ ആ ഒരു തീരുമാനവും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി എവിടെയാണോ വേണ്ടത്, അതുപോലെ നിങ്ങളുടെ താല്പര്യം ഏത് കോഴ്സിൽ എവിടെ പഠിക്കാനാണ് അതനുസരിച്ച് നിങ്ങൾ ജോയിൻ ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഹയർ സെക്കൻഡറിയിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി നിങ്ങൾ അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ നിങ്ങളെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കുകയും പിന്നീട് നിങ്ങൾക്കൊരു അവസരം നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയിൽ അപേക്ഷിക്കാനായിട്ടോ ലഭിക്കുന്നതല്ല. ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് മറ്റൊരു ജില്ലയിലേക്ക് മാത്രമേ പിന്നീട് ഹയർ സെക്കൻഡറിയിൽ അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച് നിങ്ങൾ അഡ്മിഷൻ നേടാതെ ആ ഒരു ജില്ലയിൽ പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് താല്പര്യമുണ്ടെങ്കിൽ അവിടെ ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയാണ് നിങ്ങളുടെ താല്പര്യമുള്ളതെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.